ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ യുടെ ഗുണങ്ങളെക്കുറിച്ച് ചുരുക്കി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ പുതിയ വീഡിയോകൾക്കായി ബെൽ ഐക്കൺ അമർത്തുക. ഇനി നമുക്ക് യുടെ ഗുണങ്ങളെക്കുറിച്ച് ഓരോന്നായി പഠിക്കാം. ജ്യോതിശാസ്ത്രത്തിൽ ഓട്ടോമേറ്റഡ് സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ. ചിത്രങ്ങൾ നോക്കി ബഹിരാകാശത്ത് പുതിയ നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, മറ്റ് നിഗൂഢ വസ്തുക്കൾ എന്നിവ കണ്ടെത്താൻ ക്ക് കഴിയും. എക്സോപ്ലാനറ്റ് ഹണ്ടിംഗ്. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താൻ ജ്യോതിശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. ബഹിരാകാശ സംഭവങ്ങൾ തത്സമയം കാണുന്നു. യിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് രാത്രി ആകാശത്ത് സംഭവിക്കുന്ന സംഭവങ്ങൾ കാണാൻ കഴിയും, ഉദാഹരണത്തിന് പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ശക്തമായ ഗാമാറേ സ്ഫോടനങ്ങൾ. മികച്ച ടെലിസ്കോപ്പുകൾ. ടെലിസ്കോപ്പുകളുടെ തലച്ചോർ പോലെയാണ് ക്രമീകരണങ്ങൾ മാറ്റുന്നതിലൂടെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി ആരോഗ്യ സംരക്ഷണ മേഖലയിൽ യുടെ പങ്കിനെക്കുറിച്ച് പഠിക്കാം. എക്സ്റേ, MRI പോലുള്ള രോഗിയുടെ ശരീരചിത്രങ്ങൾ കാണാൻ ഡോക്ടർമാരെ സഹായിക്കുന്നു. ട്യൂമറുകൾ, ഒടിഞ്ഞ അസ്ഥികൾ എന്നിവ പോലുള്ളവ ഇത് കൃത്യമായി കണ്ടെത്തുന്നു. ഒരു ആരോഗ്യ ഡിറ്റക്റ്റീവായി പ്രവർത്തിക്കുന്നു. ഉപയോഗിച്ച് ഭാവിയിൽ ഉണ്ടാകാവുന്ന ചില രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. ഒരു ലബോറട്ടറിയിലെ ഒരു ശാസ്ത്രജ്ഞനെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത്. പുതിയ മരുന്നുകൾ കൂടുതൽ വേഗത്തിലും കുറഞ്ഞ ചെലവിലും വികസിപ്പിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ഒരു ആരോഗ്യ പരിശീലകനെപ്പോലെ പ്രവർത്തിക്കുന്നു. അനാവശ്യമായ മരുന്നുകൾ മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. ആശുപത്രി പ്രവർത്തനങ്ങളും വിഭവങ്ങളും കൈകാര്യം ചെയ്യൽ. രോഗികൾ എത്തുമ്പോൾ ഡോക്ടർമാരെയും വിഭവങ്ങളെയും ശരിയായി വിനിയോഗിക്കാൻ സഹായിക്കുന്നു. ഇനി വിദ്യാഭ്യാസ മേഖലയിൽ യുടെ പങ്കിനെക്കുറിച്ച് പഠിക്കാം. ഒരു അധ്യാപന സഹായിയായി പ്രവർത്തിക്കുന്നു. ക്വിസുകൾ, പാഠപദ്ധതികൾ, പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ ശേഖരിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. കാര്യങ്ങൾ വിശദീകരിക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. നിങ്ങളുടെ അസൈൻമെന്റുകളും ടെസ്റ്റുകളും നോക്കുകയും ഗ്രേഡുകളും ഫീഡ്ബാക്കും തൽക്ഷണം നൽകുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തിലാണ് കഴിവുള്ളതെന്നും എവിടെയാണ് സഹായം ആവശ്യമായി വന്നേക്കാമെന്നും കണ്ടെത്തുന്നു. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയവും അത് എങ്ങനെ ചെയ്യണമെന്നും ഇത് നിങ്ങളോട് പറയുന്നു. ഇനി നമുക്ക് സാമ്പത്തിക മേഖലയിൽ യുടെ പങ്കിനെക്കുറിച്ച് പഠിക്കാം. ബാങ്ക് ഇടപാടുകളിൽ നിരീക്ഷണം നടത്തുന്നു. ഇത് ATM കാർഡ് ദുരുപയോഗം ചെയ്യുന്നതും അനധികൃത വ്യക്തികൾ പണം മോഷ്ടിക്കുന്നതും തടയുന്നു. യാന്ത്രികമായി വ്യാപാരികളെ സഹായിക്കുന്നു. എല്ലാ മാർക്കറ്റ് വിവരങ്ങളും വിശകലനം ചെയ്ത് ഓഹരികൾ വേഗത്തിൽ വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്നു. സാമ്പത്തിക അപകട നിയന്ത്രണം. വായ്പ നൽകുന്നതും നിക്ഷേപിക്കുന്നതും എത്രത്തോളം സുരക്ഷിതമാണെന്ന് അറിയിക്കുന്നു. ഇത് ബാങ്കുകളെയും നിക്ഷേപ സ്ഥാപനങ്ങളെയും മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്താൻ സഹായിക്കുന്നു. ക്ക് സുരക്ഷാ ലംഘനമോ സൈബർ ആക്രമണമോ കണ്ടെത്താൻ കഴിയും. അതിനാൽ കമ്പനികൾക്ക് അവരുടെ പ്രധാനപ്പെട്ട ഡാറ്റ സംരക്ഷിക്കാൻ മുൻകൂട്ടി തയ്യാറെടുക്കാൻ കഴിയും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പങ്കിനെക്കുറിച്ച് നമുക്ക് അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന പോസ്റ്റുകൾ, വീഡിയോകൾ അല്ലെങ്കിൽ പരസ്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അനുഭവം ആസ്വാദ്യകരമാക്കുന്നു. ചാറ്റ്ബോട്ടുകൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു, വിവരങ്ങൾ പങ്കിടുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു. എല്ലാ ചാറ്റുകളും ട്രാക്ക് ചെയ്യുന്നു. എല്ലാവരും എന്താണ് ചിന്തിക്കുന്നതെന്നും സംസാരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ ഇത് കമ്പനികളെ സഹായിക്കുന്നു. ഇത് ഒരു സോഷ്യൽ മീഡിയ വാർത്താ റിപ്പോർട്ടറായി പ്രവർത്തിക്കുന്നു. ഓട്ടോമൊബൈൽ വ്യവസായത്തിലെ പങ്കിനെക്കുറിച്ച് നമുക്ക് അറിയാം. വാഹനങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനും എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനും വിവിധ സെൻസറുകൾ ഉപയോഗിക്കുന്നു. അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റംസ്.
ഹൈവേയിൽ വാഹനങ്ങളുടെ വേഗത AI ക്രമീകരിക്കുന്നു. ഇത് ലെയിൻ നിലനിർത്താനും സാധ്യതയുള്ള അപകടങ്ങൾ ഒഴിവാക്കി സുരക്ഷ ഉറപ്പാക്കാനും നിങ്ങളെ സഹായിക്കുന്നു. വാഹനങ്ങളിലെ നാവിഗേഷൻ, സംഗീതം, ആശയവിനിമയം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഡ്രൈവർമാരെ AI വോയിസ് റെക്കഗ്നിഷൻ സംവിധാനങ്ങൾ അനുവദിക്കുന്നു. കാറുകൾ, വിമാനങ്ങൾ തുടങ്ങിയ വാഹനങ്ങൾക്ക് ഭാവിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അത് എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ചും AI വിവരങ്ങൾ നൽകുന്നു. ഇനി യാത്രയിലും ഗതാഗതത്തിലും AI അതിന്റെ പങ്കിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പാഴ്സൽ ഡെലിവറികൾ, പൊതുഗതാഗതം അല്ലെങ്കിൽ വ്യക്തിഗത യാത്രകൾ എന്നിവയ്ക്കായി യാത്രാ റൂട്ടുകൾ AI ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഇത് യാത്രാസമയം, ഇന്ധന ഉപഭോഗം, ചെലവ് എന്നിവ ലാഭിക്കുന്നു. ബാഗുകളും ആളുകളും വേഗത്തിൽ സ്കാൻ ചെയ്യാൻ AI പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുന്നു. ഇത് വേഗത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ സാധ്യമാക്കുന്നു. AI ചാറ്റ്ബോട്ടുകൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും സ്ഥലങ്ങൾ നിർദ്ദേശിക്കാനും യാത്രാ ഉപദേഷ്ടാക്കളെപ്പോലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും കഴിയും. ഇനി ഗെയിമിംഗിൽ AI പങ്ക്. ഗെയിം കഥാപാത്രങ്ങൾക്ക് പിന്നിലെ തലച്ചോർ പോലെയാണ് AI. ഇത് കളിക്കാരെ അവർ ചെയ്യുന്ന കാര്യങ്ങളിലും പെരുമാറ്റത്തിലും മാറ്റം വരുത്തുന്നു. റോബോട്ടിക്സിലെ AI പങ്ക്. റോബോട്ടുകളെ സ്വയം ചലിപ്പിക്കാൻ AI സഹായിക്കുന്നു. എവിടേക്ക് പോകണമെന്നും എങ്ങനെ പോകണമെന്നും ഇത് പറയുന്നു. സ്വതന്ത്രമായി ജോലികൾ ചെയ്യാൻ ഇത് അവയെ സഹായിക്കുന്നു. വസ്തുക്കൾ വ്യക്തമായി കാണാനും അവ എടുക്കാനും തരംതിരിക്കാനും വെയർഹൗസുകൾ പോലുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി പായ്ക്ക് ചെയ്യാനും റോബോട്ടുകളെ AI സഹായിക്കുന്നു. ഇനി മനുഷ്യരും റോബോട്ടുകളും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. മനുഷ്യരുമായി പ്രവർത്തിക്കാനും അവരെ മനസ്സിലാക്കാനും അവരിൽ നിന്ന് പഠിക്കാനും റോബോട്ടുകളെ പ്രാപ്തമാക്കുന്നത് AI ആണ്. ഇനി കാർഷിക മേഖലയിൽ AI അതിന്റെ പങ്കിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. AI സെൻസറുകൾ വിളകളെ നിരീക്ഷിക്കുകയും അവയുടെ ആരോഗ്യവും ഗുണനിലവാരവും ഉറപ്പാക്കുകയും ചെയ്യുന്നു. വിളകൾ നടാനും നനയ്ക്കാനും വിളവെടുക്കാനും ഏറ്റവും അനുയോജ്യമായ സമയത്തെക്കുറിച്ച് ഇത് നമ്മെ അറിയിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ AI സഹായിക്കും. വിളകൾക്ക് ശരിയായ രീതിയിൽ വളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാൻ ഇത് കർഷകരെ സഹായിക്കുന്നു. വിത്തുകൾ നടുന്നതിനും കളകൾ നീക്കം ചെയ്യുന്നതിനും വിളകളിൽ കീടനാശിനികൾ തളിക്കുന്നതിനും ട്രാക്ടറുകളും ഡ്രോണുകളും AI നിയന്ത്രിക്കുന്നു. ഇത് കൃഷി എളുപ്പവും കാര്യക്ഷമവുമാക്കുന്നു. ഇനി ഇ-കൊമേഴ്സിലെ AI പങ്ക്. ആളുകൾ ഓരോ ഉൽപ്പന്നവും എത്രമാത്രം വാങ്ങുകയും ഓർഡർ ചെയ്യുകയും ചെയ്യുമെന്ന് AI പ്രവചിക്കുന്നു. അതനുസരിച്ച് അത് സ്റ്റോറിന്റെ സ്റ്റോക്ക് കൈകാര്യം ചെയ്യും. AI നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് എളുപ്പമാക്കുന്നു. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഡിമാൻഡ്, വിപണി മത്സരം, ഇൻവെന്ററി ലെവലുകൾ എന്നിവ അനുസരിച്ച് AI വിലകൾ ക്രമീകരിക്കുന്നു. ഇത് ഉപഭോക്താവിന്റെയും സ്റ്റോറിന്റെയും ലാഭം പരമാവധിയാക്കുന്നു. അവസാനമായി, വിനോദത്തിൽ AI അതിന്റെ പങ്കിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഉപഭോക്താക്കൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ, സംഗീതം, പുതിയ കാര്യങ്ങൾ എന്നിവ AI മനസ്സിലാക്കുകയും അവർക്ക് നിർദ്ദേശിക്കുകയും ചെയ്യും. ഇത് ഒരു വിനോദ ഗൈഡായി പ്രവർത്തിക്കുന്നു. സൃഷ്ടിപരമായ പ്രക്രിയ വേഗത്തിലാക്കാനും അവരുടെ സൃഷ്ടികളിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും AI കലാകാരന്മാരെയോ സൃഷ്ടാക്കളെയോ പ്രാപ്തമാക്കുന്നു. AI തത്സമയ പരിപാടികളെയും പ്രകടനങ്ങളെയും കൂടുതൽ ലളിതമാക്കുന്നു. പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടമെന്ന് പ്രവചിക്കാൻ ഇതിന് കഴിയും, കൂടാതെ പരിപാടികളെ കൂടുതൽ ആവേശകരവും ആസ്വാദ്യകരവുമാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി.